സുഹൃത്തുക്കളെ, 1993 ഒരു ഗംഭീര സിനിമ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സിബി മലയിലാണ് ആ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഡെന്നിസ് ജോസഫാണ് ആ ഒരു സിനിമയുടെ തിരക്കഥ രചിച്ചിട്ടുള്ളത്. അന്ന് ഒരുപക്ഷെ അന്ന് മാത്രമല്ല ഇന്നും ആ 93 ഇറങ്ങിയ സിനിമ ആളുകൾ മുഴുവൻ കരയിച്ചിട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ള സിനിമ എന്നല്ല വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. അന്ന് 93 ഏറ്റവും മികച്ച ചലച്ചിത്രത്തിലുള്ള ദേശീയ അവാർഡ് പോലും ഈ സിനിമ നേടിയിട്ടുണ്ട്. അഭിനയിച്ചവരവിടെ അതിഗംഭീര നടന്മാരാണ്. നമ്മുടെ നെടുമുടി വേണുചേട്ടൻ, ജഗദീഷ് ശ്രീകുമാർ, NF വർഗീസ്, ബിന്ദു പണിക്കര് എന്നീ പറഞ്ഞ ആളുകളൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. മുരളിയാണ് അതിലത്തെ ഒരു നായക കഥാപാത്രത്തിന് തുല്യമായിട്ടുള്ള ഒരു വേഷം ചെയ്തത്. സിനിമയുടെ പേര് നിങ്ങൾക്ക് അറിയാം, ആകാശദൂത്. സിബി മലയിലിന്റെ ഒരു അതിഗംഭീര സിനിമ. ഞാൻ ഈ സിനിമയെക്കുറിച്ച് ഇത്രയും ഇങ്ങനെ പറയാൻ കാരണം, എൻ്റെ ഒരു 90s അല്ലെങ്കിൽ 80s കിഡ്സിനൊക്കെയാണ് ഒരുപക്ഷെ ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരിക്കുക. ഈ സിനിമ കണ്ട് കരയാത്തവരാരും ഉണ്ടാവില്ല. അന്ന് തിയേറ്ററിലൊക്കെ കരഞ്ഞ് കണ്ണീരായിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാർ ഇറങ്ങി വന്നത്. ഇങ്ങനൊന്നും സിനിമ എടുക്കരുത് ഒരിക്കലും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ സിബി മലയിൽ എന്ന് പറയുന്ന ആ ഒരു സംവിധായകനും പലരും പോയി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ സിനിമകളൊന്നും എടുക്കരുത്, ആളുകൾ ഇങ്ങനെ വേദനിപ്പിക്കരുത്. ഈ ആകാശദൂതിന് അത്ര നമ്മളെ കരയിപ്പിക്കുന്ന വേറെ സിനിമ ഉണ്ടോ എന്നൊക്കെ പല ആൾക്കാരൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഉണ്ടായിരിക്കും കേട്ടോ, ഒരുപക്ഷെ ആകാശദൂത് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വെക്കുന്നത്, നമ്മളൊക്കെ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 2025 ഈ ഒരു ജനുവരി മാസത്തിൽ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ റിജില എന്ന് പറയും, അവരുടെ ഏട്ടൻ്റെ മകൻ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു TV-യിൽ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ അവൻ അവസാന രംഗെത്തി കഴിഞ്ഞപ്പോൾ, ഈ ഒരു സിനിമയുടെ അവസാന രംഗമാണ്, ക്ലൈമാക്സ് ആണ്, നമ്മളെ ഹൃദയത്തൊക്കെ പിടിച്ചു അലച്ചു കളയുക. ഒരു ചെറിയ പയ്യനാണ്. ആ പയ്യൻ അവസാന രംഗെത്തുന്ന സമയത്ത് ആ കുട്ടി കരയാണ്. എന്തായാലും ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം, പക്ഷേ അത് ബ്ലറായിട്ട് കാണിക്കുന്നത്. കാരണം ആ കുഞ്ഞിനി ഭാവിയിൽ ഇങ്ങനെ കരഞ്ഞ വീഡിയോ ഒക്കെ വന്നു എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട. ഒപ്പം തന്നെ വേറെ പ്രശ്നമുള്ളത്, യൂട്യൂബിൽ ഇത്തരം സംഗതികളൊക്കെ എത്രത്തോളം ആപ്റ്റാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എന്തൊക്കെയായാലും അത് കരയുന്ന വീഡിയോ ഞാൻ വൃത്തിയായിട്ട് കാണിക്കുന്നില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്കത് ഏകദേശമൊക്കെ ഒന്ന് കാണിച്ചു തരാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു വെച്ച സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയെ പോലും, ഈ ഒരു ചെറിയ കുട്ടിയെ പോലും ഈ 93 ഇറങ്ങിയ ഈ ഒരു സിനിമ ആകാശദൂത് എന്ന് പറയുന്ന ഡെന്നിസ് ജോസഫ് തിരക്കഥ എഴുതിയ സിബി മലയിലിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ആ ഒരു സിനിമ ഈ 2025 ഏറ്റവും പുതിയ കുട്ടിയെ പോലും കരയിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. എവിടെ വീഡിയോ അവിടെ പോയി? അവസാനത്തെ രംഗാണ്. ക്ലൈമാക്സ് രംഗാണ്, ആ ടാറ്റ പറഞ്ഞു പോകുന്ന രംഗാണ്. അയ്യോടാ, ഒരു രക്ഷയില്ല കേട്ടോ സുഹൃത്തുക്കളെ. കാരണം ആ ഒരു ചെറിയ കുഞ്ഞിനെ പോലും ആ ഒരു സിനിമ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആ ഒരു സിനിമ കരയിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, എന്താണ് ആ സിനിമയുടെ കഥയുടെ, ആ ഒരു സിനിമയുടെ തീമിൻ്റെ, ആ ഒരു സിനിമയുടെ ശക്തി എന്തെന്നുള്ളതാണ്. ഒരുപക്ഷെ അവൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടികളാണ് അതിൽ അഭിനയിക്കുന്നത്. അവൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടിയാണ് അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ആളുകൾ അരക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. ഒരുപക്ഷെ അവൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ തൻ്റെ അതേ പ്രായത്തിലുള്ള ഒരാളുടെ അമ്മയൊന്നും ഇല്ലാതെ വേറെ ആരും കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ കുട്ടിക്ക് സഹിച്ചിട്ടുണ്ടായിരിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ആ കുട്ടി കരയുന്നത്. പക്ഷേ എനിക്കിത് അത്ഭുതം തോന്നാനുള്ള കാരണം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ആ ഒരു സിനിമ ഇപ്പോഴും ആളുകളെ കരയിപ്പിക്കുന്നുണ്ടല്ലോ. കരയിപ്പിക്കാൻ മാത്രം തീഷ്ണത, ഒരു അഭിനയത്തിൻ്റെ തീഷ്ണത, കഥയുടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒക്കെ തീഷ്ണത ആ ഒരു സിനിമയ്ക്ക് ഉണ്ടല്ലോ. ഇപ്പോഴും അതൊരു ക്ലാസിക്കായിട്ട് നമ്മുടെ മലയാളത്തിൽ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഈ കുട്ടിയടക്കം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത ദിവസം കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഇന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ബൈ.